ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. സൂപ്പർസോണിക് ടാർഗറ്റ് റിസംബ്ലിംഗ് മിസൈൽ, ഇന്ത്യയുടെ സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാം വലിയ നേട്ടത്തിലേക്ക് കുതിക്കുകയാണ്. നമ്മളെ ബ്രഹ്മോസ് മിസൈൽ ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും വേഗത്തിൽ കുതിക്കുന്ന DRDOയുടെ പുതിയൊരു മിസൈൽ പ്രോഗ്രാമാണ് ഈ സ്റ്റാർ എന്ന് പറയുന്നത്. എന്തിനാണ് നിലവിലെ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമിൻ്റെ ആവശ്യം? ഇത് ബ്രഹ്മോസിൻ്റെ പരിമിതികളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയാണോ? എന്താണ് ഈ സ്റ്റാർ എന്ന് പറയുന്ന മിസൈൽ? സ്റ്റാർ മിസൈൽ എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം സൂപ്പർസോണിക് ടാർഗറ്റ് റിസംബ്ലൻസ് മിസൈൽ എന്നുള്ളതാണ്. സൂപ്പർസോണിക് ടാർഗറ്റ് റിസംബ്ലൻസ് മിസൈൽ എന്ന് പറയുന്നത് അത് പുതുതായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ അത് ഇന്ത്യയുടെ കൈവശമുണ്ട്. പക്ഷെ അത് ഇപ്പോഴത് ഉപയോഗിക്കുന്നത് നമ്മുടെ ടാർഗറ്റ് പ്രാക്ടീസിനാണ്. അതായത് ഈ സൂപ്പർസോണിക് ടാർഗറ്റ് റിസംബ്ലൻസ് മിസൈൽ നമ്മൾ ആകാശത്തേക്ക് വിട്ടിട്ട് അതിനെ ഇപ്പം മറ്റൊരു മിസൈൽ കൊണ്ട് എങ്ങനെ പ്രതിരോധിക്കാം, നമ്മുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ഇത് തകർക്കുമോ, അതിനൊക്കെയുള്ള ഒരു പരീക്ഷണ വസ്തുവാണ് ഇപ്പോഴിത്. പക്ഷെ അത് ഒരു ആക്രമണ മിസൈലായിട്ട് മാറ്റിയെടുക്കാനും നമുക്ക് പറ്റും. അത് ചെറിയ ഫൈൻ ട്യൂണിങ് നടത്തിയാൽ മതി. അതിൻ്റെ കുറേ കാര്യങ്ങളിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ വാർഹെഡ് ഘടിപ്പിക്കാനും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ഇത് ഇപ്പോൾ തന്നെ അതിൻ്റെ എൻജിനും അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റുകളും ഒക്കെ ഓൾറെഡി നടന്നു കഴിഞ്ഞു. കാരണം അത് ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് ഇന്ത്യ ഇതിലാണ് നമ്മൾ നമ്മുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്നൊക്കെ ഉള്ളത് പഠിക്കുന്നത് ഇത് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇത്തരം ഒരു സ്റ്റാർ മിസൈൽ ഒരു പ്രദേശത്തേക്ക് ഏത് വിടും, ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ റോളൊന്ന് മാറ്റുക. അപ്പം നമ്മളിപ്പോൾ ഗൗതം ചോദിച്ച പോലെ ഇവിടെ ഒരു സംശയം വരും. ബ്രഹ്മോസ് എന്ന അതീവ കാര്യക്ഷമതയുള്ള യുദ്ധങ്ങളിൽ ഉപയോഗിച്ച് അതിൻ്റെ ഫലപ്രാപ്തി തെളിയിക്കപ്പെട്ട ഒരു മിസൈൽ കൈവശമുള്ളപ്പോൾ എന്തിനാണ് ഇന്ത്യ ഏതാണ്ട് അതേ വേഗതയിലുള്ള, അതിനേക്കാൾ ഒരു അല്പം കൂടുതലോ വേഗതയുള്ള മറ്റൊരു മിസൈൽ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ആ ചോദ്യത്തിന് ഉള്ള മറുപടി, ബ്രഹ്മോസ് മിസൈൽ ചെലവേറിയ ഒരു മിസൈലാണ്. അതായത് ഒരു ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കാൻ ഏതാണ്ട് 40 കോടി രൂപയിലധികമാവും, ഇന്ത്യൻ റുപ്പീസ് 40 കോടി. പക്ഷേ ഈ സ്റ്റാർ മിസൈലിൻ്റെ നിർമ്മാണ ചെലവ് ബ്രഹ്മോസിന് തത്തുല്യമായ ലോഡ്, അതായത് വാർഹെഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന, ബ്രഹ്മോസിന് തത്തുല്യമായ വേഗതയുള്ള, അതുപോലെ തന്നെ റാംജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന ഈ മിസൈലിൻ്റെ നിർമ്മാണ ചെലവ് ഏതാണ്ട് 17 കോടി രൂപ. 17 കോടി രൂപ എന്ന് നമുക്ക് കൂട്ടാം. 17 കോടി രൂപയുള്ളക്ക്, അതായത് ബ്രഹ്മോസിൻ്റെ നിർമ്മാണ ചെലവിൻ്റെ പകുതിയിൽ താഴെ മാത്രം ചെലവ് വരുന്ന ഒരു മിസൈലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബ്രഹ്മോസ് നിർമ്മിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ 2 സ്റ്റാർ നിർമ്മിക്കാം. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, ബ്രഹ്മോസ് മിസൈല് റഷ്യയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് അത് മറ്റു രാജ്യങ്ങൾക്കൊക്കെ വിൽക്കുമ്പോൾ അവർക്കും ഒരു ചെറിയ ശതമാനം റോയൽറ്റി കൊടുക്കേണ്ട വരും റഷ്യക്ക്. ഇത് സ്റ്റാർ മിസൈല് പൂർണ്ണമായിട്ടും ഇന്ത്യൻ സാങ്കേതിക വിദ്യയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കോമ്പണൻസ് മുഴുവൻ ഇന്ത്യയിലാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റു രാജ്യങ്ങളെ അതിൻ്റെ ഘടകങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ഇനി ഇത് കൂടാതെ ഈ ബ്രഹ്മോസ് കാലാകാലങ്ങളിൽ ആദ്യം അതിൽ ഇന്ത്യയിൽ നിർമ്മിച്ച കോമ്പണൻസ് ഘടകങ്ങൾ 60% ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 90% മുകളിലാണ്. അപ്പോൾ ഇത് 100%, 100 എന്ന് പറയുന്ന ഒരു സാങ്കല്പികമാണ്, ഒരു 95 തൊട്ട് 98 വരെ ശതമാനം ഘടകങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മിസൈല് സ്വാഭാവികമായിട്ടും ചെലവ് കുറയും. ആ ചെലവ് കുറയുന്ന മിസൈല് വീണ്ടും ഞാനിപ്പോൾ ഈ 15-17 കോടി എന്നൊക്കെ പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് DRDO ഒരു 10 കോടി രൂപ മാത്രം ചെലവുള്ള ഒരു സൂപ്പർസോണിക് മിസൈൽ എന്ന രീതിയിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കേണ്ടിടത്ത് 4 സ്റ്റാർ മിസൈലുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ബ്രഹ്മോസ് ഇനി വരുന്ന കാലങ്ങളിൽ ഹൈ വാല്യൂ ടാർഗറ്റുകൾക്ക് മാത്രമായിട്ട് മാറ്റിവെക്കും. അതായത് ഏറ്റവും തന്ത്രപ്രധാനമായ
കേന്ദ്രങ്ങളിലേക്ക് മാത്രമേ ബ്രഹ്മോസ് പ്രയോഗിക്കുള്ളൂ. ബാക്കി സ്ഥലങ്ങളിലേക്ക് ഈ സ്റ്റാർ ആയിരിക്കും ഉപയോഗിക്കുക. ഇനി മറ്റൊരു വിഷയം, ബ്രഹ്മോസ് ഇപ്പോൾ യുദ്ധത്തിൽ പ്രയോഗിച്ചു. അത് സംബന്ധിച്ചുള്ള അതിൻ്റെ ഫ്ലൈറ്റ് ഡേറ്റ ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും ശത്രുവിന് മനസ്സിലായി കാണും. ഇപ്പോൾ ചൈനയുടെ PL-15 എന്ന എയർ ടു എയർ മിസൈൽ ഇന്ത്യ പിടിച്ചെടുത്തു. ഇതുപോലെ ബ്രഹ്മോസ് ആരും പിടിച്ചെടുത്തിട്ടില്ല. പക്ഷേ എങ്കിലും അത് പറക്കുന്നതിനിടയ്ക്ക് റഡാർ സിഗ്നേച്ചറിനെ കുറിച്ചും ഏത് തരം ഫ്രീക്വൻസിയാണ് അത് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നതെന്നും അതിൽ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയെക്കുറിച്ചും അതിൻ്റെ ഫ്ലൈറ്റ് പാത്തിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ശത്രുക്കൾ പിടിച്ചെടുക്കും. ഇപ്പം ചൈനയുടെ കയ്യിൽ ചൈനയുടെ ഉപഗ്രഹങ്ങൾ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവാം. ഇത് വരുത്തിയ നാശനഷ്ടങ്ങൾ ഏതൊക്കെ രീതിയിലുള്ളതാണെന്നുള്ളത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം. അതിൻ്റെയൊക്കെ അനാലിസിസ് നടത്തുമ്പോൾ ഈ കഴിഞ്ഞ യുദ്ധങ്ങൾ, ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസിനെ തടുക്കാൻ അവർക്ക് ഒട്ടും പറ്റിയില്ല, 0. അതിൽ നിന്നും ഒരു 5% തടുക്കാൻ പറ്റിയാലോ വരുന്ന ദിവസങ്ങളിൽ, അത് പിന്നീട് അങ്ങനെ കൂടി പോയി. അപ്പോഴേക്കും ബ്രഹ്മോസിനെ മാറ്റി നമ്മൾ വേറൊരു മിസൈലുണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മോസിന്റെ തന്നെ വേഗത വർദ്ധിപ്പിക്കും. ഇത് ലോകമെമ്പാടും ചെയ്യുന്ന രീതികളാണിതൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മറ്റൊരു സൂപ്പർസോണിക് മിസൈലും നിർമ്മിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈൽ വേറെ നിർമ്മിക്കുന്നുണ്ട്, ഇതിനേക്കാളൊക്കെ വളരെ വേഗത്തിൽ. നേരത്തെ തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ലോങ് റേഞ്ച് ആൻറ്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ LRASHM. പക്ഷേ അവിടെ അത് കുറച്ചുകൂടി മൂല്യമുള്ള ഇപ്പോൾ ഒരു വിമാനവാഹിനി കപ്പൽ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ കമാൻഡ് ആൻഡ് കൺട്രോൾ ഓഫീസ്, ഇങ്ങനെയൊക്കെയുള്ള ഏരിയകൾക്കായിരിക്കും അത് ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലായിടവും ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് നമ്മുടെ പൈസ കളയണ്ട. ഇന്ന് യുദ്ധത്തിലെ വിജയപരാജയങ്ങൾ കണക്കാക്കുന്നത് ഒരു രാജ്യത്തിന് ആ വിജയം നേടിയെടുക്കാൻ വേണ്ടി വന്ന ചെലവിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ യുദ്ധം നടത്തി നമ്മൾ വിജയിച്ചാലും നമ്മൾ പാപ്പരായിപ്പോയാൽ എന്ത് ചെയ്യും? അത് നമുക്ക് ഭൂഷണമല്ല. 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾ എന്ന് പറയുന്ന ബ്രിട്ടനൊക്കെ വിജയിച്ചെങ്കിലും ബ്രിട്ടൻ അതോടെ പാപ്പരായി. സാമ്പത്തികമായിട്ട് 2ാം ലോക മഹായുദ്ധം ബ്രിട്ടനെ തകർത്തു. ആയുധപരമായിട്ടും സൈനികമായിട്ടും അത് ജർമ്മനിയെ തകർത്തു. രണ്ടുപേരും തകർന്നു പോയി. ഈ വിജയം, അതിന് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, പിറിക് വിക്ടറി എന്ന് പറയും, PYRRIC, പിറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനമില്ലാത്ത വിജയങ്ങളാണ്. ചില വിജയങ്ങൾ അങ്ങനെയാണ്, അതിനും പരാജയത്തിനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പം മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് സഞ്ജയൻ പറയുമ്പോൾ, ആ മഹാഭാരത യുദ്ധത്തിൽ 7 പാണ്ഡവ സഹോദരന്മാരും പിന്നെ അവരുടെ 2 പേരും അവരുടെ 2 കൂട്ടാളികളും, 3 കൗരവരുടെ കൂട്ടാളികൾ, അശ്വത്ഥാമാവ്, കൃതവർമാവ്, കൃപാചാര്യർ, ഇങ്ങനെ 3 പേര്. അപ്പം ഒരു ജയിച്ച ഭാഗത്ത് 7 പേരെ അവശേഷിച്ചു, തോറ്റ ഭാഗത്ത് 3 പേര്. ആ വിജയം കൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? അതിനാണ് ഈ പിറിക് വിക്ടറി എന്ന് പറയുന്നത്. അപ്പൊ യുദ്ധതന്ത്രത്തിൽ, വാർ ഡോക്ട്രൈനിൽ ഇന്ന് ഈ ഒരു പരിഗണന, സാമ്പത്തിക ബാധ്യതയാവരുത് യുദ്ധം, അത് എപ്പോഴും വലിയ പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗൗതം എന്നോട് ചോദിച്ചതിൽ, ബ്രഹ്മോസ് എന്ന സൂപ്പർസോണിക് അത്യന്തം കാര്യക്ഷമമായ മിസൈൽ ഉണ്ടെങ്കിലും ഒരു മിസൈൽ അയക്കാൻ 40 കോടി രൂപ ചിലവാകുമെങ്കിൽ 100 മിസൈൽ നമ്മൾ അയക്കുമ്പം 40 × 100 4000 കോടി രൂപ ചിലവാണ്. അത്തരം കനത്ത ചെലവേറിയ ഒരു യുദ്ധം അല്ല നമ്മൾ നടത്താൻ പോകുന്നത്. നമുക്ക് വിജയവും വേണം, അതേസമയം നമ്മൾ അധികം പൈസയും ചിലവാക്കാൻ പാടില്ല. കക്ഷത്തിലിരിക്കുന്നത് പോവുകയരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നാണ് പണ്ടത്തെ ഒരു ചൊല്ല്. പക്ഷെ വരും കാലങ്ങളിൽ കക്ഷത്തിലിരിക്കുന്നത് പോകാതെ തന്നെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാം എന്ന പുതിയ കാലത്തെ ചൊല്ലാണ് ഇത്. ഇതിലേക്കാണ് ഇവിടെ നമ്മൾ പോകുന്നത്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് പുതിയൊരു ടെക്നോളജി ഒന്നുമല്ല. സ്റ്റാർ മിസൈൽ സ്റ്റാർ എന്ന് പറയുന്നത് അതിന് സെമി ഡ്രോൺ പോലാണത്. അത് ഇപ്പോൾ തന്നെ നമ്മുടെ കൈവശമുണ്ട്. അതിപ്പോൾ തന്നെ അതിൻ്റെ ട്രയലുകളൊക്കെ പൂർത്തിയാക്കി ഓപ്പറേഷണലായിട്ടുള്ള ഒരു സാധനമാണ്. അതിൻ്റെ ഉപയോഗം പണ്ട് അത് ശത്രുവിനെ ആക്രമിക്കാനല്ലായിരുന്നു, അതൊരു ടാർഗറ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ അത് ശത്രുവിനെ ഇല്ലാതാക്കാനായിരിക്കും ഉപയോഗിക്കുന്നത്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു ഡ്രോൺ ആണെന്ന് സങ്കല്പിച്ചാൽ ലോകത്തെ ആദ്യത്തെ സൂപ്പർസോണിക് ഡ്രോൺ ആയിരിക്കും ഇത്.
അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് മിസൈലിൻ്റെയും ഡ്രോണിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഒരു സാധനമാണ്. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ വീണ്ടും മുന്നോട്ട് പോകും. ഈ സ്റ്റാർ ഡ്രോണോ സ്റ്റാർ മിസൈൽ കൊണ്ടോ നമ്മൾ നിൽക്കാൻ പോകുന്നില്ല. ഇത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം DRDOയുടെ ലക്ഷ്യം ഇത് ഒരു സ്വാമിങ് പോലെ നടത്താൻ ശേഷിയുള്ള ഒരു ഡ്രോണൂടെ ഈ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ അവർ സൃഷ്ടിച്ചെടുക്കും. അതായത് ചെലവ് വളരെ കുറയും. ഇപ്പം നമ്മൾ പിന്നെ 17 കോടി രൂപ ചെലവ് വരുന്ന സ്റ്റാർ മിസൈല് 10 കോടി എന്നുള്ള നിർമ്മാണ ചെലവിലേക്ക് അവർ കൊണ്ടുവരും. അതിനുശേഷം 1 കോടി ഒക്കെ വരുന്ന ചെലവുള്ള ചെറിയ ചെറിയ മിസൈലുകൾ, അതായത് ഇതിൻ്റെ മിനിയേച്ചർ രൂപങ്ങൾ. ഇത് ക്യാരി ചെയ്യുന്ന വാർഹെഡിൻ്റെ അത്രയും ഭാരമൊന്നും പിന്നെ വഹിക്കാൻ ശേഷിയില്ലാത്ത, എന്നാൽ ഇതിൻ്റെ തുല്യ ലീത്താലിറ്റി എന്ന് പറയുന്ന പ്രഹരശേഷി നിലനിർത്തുകയും വേഗത അതുപോലെ നിലനിർത്തുകയും ചെയ്യുന്ന ചെറിയ മിസൈലുകൾ, മിനിയേച്ചറുകൾ ഇതിൽ നിന്ന് വരും. അതൊരു സ്വാമായിരിക്കും. അതൊരു 7 or 8 അത്തരം ചെറിയ മിസൈലുകൾ, സൂപ്പർസോണിക് മിസൈൽ ഒരുമിച്ച് ചെന്നാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരൊറ്റ സ്റ്റാറിൻ്റെ മാത്രം ചിലവ് വരുന്ന ഒരു മിസൈൽ. അങ്ങനെ ഒരുപാട് ആശയങ്ങൾ ഇതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കമാണ്. എന്തായാലും സ്റ്റാർ മിസൈൽ യാഥാർത്ഥ്യമാണ്. അത് ഓൾറെഡി യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ആക്രമണ രീതിയിലോട്ട് അത് ട്വീക്ക് ചെയ്യുന്ന വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അന്ന് കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.